നമുക്കെല്ലാം ഏത് കോസ്റ്റ്യൂം ഇട്ടാലും ഏത് ഔട്ട്ഫിറ്റിനാണെങ്കിലും കറക്റ്റായിട്ടും മാച്ചിങ് ആയിട്ടുള്ള വളകളുണ്ടെങ്കിൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഫൈനൽ പെർഫെക്ഷൻ വരുള്ളൂ. അപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ നമ്മൾ വളകളെ പറ്റി സംസാരിച്ചു. അൺകട്ട് ഡയമണ്ട് അല്ല ഗോൾഡിൽ ട്രഡീഷണൽ അങ്ങനെ ഒത്തിരി. പക്ഷെ നമുക്ക് ഒറിജിനൽ ഡയമണ്ടിലെ കുറച്ച് വളകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇന്ന് എൻ്റെ കൂടെയുള്ളത് ചുങ്കത്തിലെ എക്സിക്യൂട്ടീവാണ്. അദ്ദേഹം നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വള എനിക്ക് നല്ല ബ്യൂട്ടിഫുള്ളായ കുറച്ച് 2-3 ഞാൻ സെലക്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് റിയൽ ഡയമണ്ട് ബാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ പാറ്റേണും ഇതിൻ്റെ ഡിസൈനും ഒക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരും. റോസ് ഗോൾഡിൽ ചെയ്തിരിക്കുന്നതായ ഒരു ഡയമണ്ട് ബാങ്കിൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കാഴ്ചയിൽ നമുക്ക് സിംഗിൾ സ്റ്റോൺ പോലെ തോന്നിക്കുമെങ്കിലും ഒരു മിറാക്കിൾ ഡിസൈനിലാണ് ഈ ബാങ്കിൾ ചെയ്തിരിക്കുന്നത്. സിക്സാഗ് പോലെ തോന്നിക്കുന്നതായ ഈ വളയ്ക്ക് ഏകദേശം 1.5 പവനാണ് തൂക്കം. ഇത് ആകെ 1/2 ക്യാരറ്റ് 50 സെൻറ്റോളം ഡയമണ്ട് വരുന്ന രീതിയിലാണ് ഈ ഡയമണ്ടിൻ്റെ വള ഫുള്ളായിട്ടും സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം ഇത് മിറാക്കിൾ സെറ്റിങ്ങിലാണ്. ഈ കാണുന്ന വൈറ്റ് ഗോൾഡ് പോളിഷിൻ്റെ നടുവിലായി ഒരു മൈന്യൂട്ട് സ്റ്റോൺ മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ബിഗായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതായ ഒരു വളയാണിത്. അപ്പം നമ്മൾ ഈ ഡയമണ്ടിൽ അൺകട്ട് ഡയമണ്ടും ഇപ്പോൾ ഈ നാച്ചുറൽ ഒറിജിനൽ ഡയമണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അൺകട്ട് ഡയമണ്ട് എന്ന് പറയുമ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നതായ സ്റ്റോൺ വെച്ചിട്ടാണ് അൺകട്ട് വള ചെയ്യുന്നത്, അല്ലെങ്കിൽ അൺകട്ട് നെക്ലസ് ചെയ്യുന്നത്, അൺകട്ടിൻ്റെ ഓരോ ഓർണമെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും കട്ട് ചെയ്ത് ഉരച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വരുന്നതായ പീസാണ് ഈ ഡയമണ്ട് എന്ന് പറയുന്നത്. പൂർണ്ണമായും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ഷൻ വരുന്ന രീതിയിലാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഇത് പല രീതിയിലുള്ള കട്ടിങ് ഉണ്ട്. റൗണ്ട് ബ്രില്ലിങ് കട്ടിങ്, പ്രിൻസസ് കട്ട്, ബെൽജിയം കട്ട്, അങ്ങനെ കൂടുതലായിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ ഭയങ്കര എക്സെപ്ഷണലാണ്. കാര്യം ഒത്തിരി ക്രിയേറ്റിവിറ്റി ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ റോസ് ഗോൾഡാണ് ഇതിൽ അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ട്രെൻഡിയും കൂടിയാണ്. നമുക്ക് ഒരു വെസ്റ്റേൺ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ഒരു വള തന്നെയായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇത് പ്രത്യേകിച്ചും ടീനേജേഴ്സിനൊക്കെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. അവരെപ്പോഴും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ സെലക്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആയിരിക്കും. അടുത്തത് ഇത് ഫുൾ ഡയമണ്ട് ഉള്ള ഒരു വളയാണ്. ഒത്തിരി ഡയമണ്ട്സ് ഉണ്ട് അല്ലേ ഇതിൽ? ഒത്തിരി ഡയമണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അദ്ദേഹത്തിനോട് ചോദിക്കാം. ഓക്കെ, ഒരു ഡയമണ്ടിൻ്റെ വളയുടെ കയ്യിലിരിക്കുന്നത് നിറയെ സ്റ്റോണുകൾ സെറ്റ് ചെയ്ത എന്നാൽ അധികം കോസ്റ്റ്ലി അല്ലാത്തതായ ഒരു ക്യാരറ്റോളം ഡയമണ്ട് വരുന്നതായ ഒരു ഡയമണ്ടിൻ്റെ വളയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഗോൾഡ് വെയിറ്റ് ഏകദേശം 1.5 പവനോളം വെയിറ്റ് ഉണ്ട്. ഇതിൽ റോഡിയം മിക്സ് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഫുള്ളായിട്ടും ഡയമണ്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. ഇത് സ്ക്രൂ വെച്ച വളയല്ല, സാധാരണ പോലെയുള്ളതായ ഒരു വളയാണ്. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാവുന്നതായ ഒരു വളയാണിത്. ഏകദേശം 1.5 പവനാണ് ഈ വളയുടെ ഗോൾഡ് വെയിറ്റ്. ഇത് 18 ക്യാരറ്റിലാണ് ഈ ഓർണമെൻറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് പറഞ്ഞത് എന്താ, ഫുൾ ഡയമണ്ട് ഉള്ള ഒരു വളയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല അല്ലേ? ഇടയിൽ വൈറ്റ് ഗോൾഡിൻ്റെ പാറ്റേൺ വന്നതുകൊണ്ട് നമുക്ക് കണ്ണിൽ പെട്ടെന്ന് കാണുമ്പോൾ ഫുൾ ഡയമണ്ട് ഉള്ള ഒരു പാറ്റേൺ ആയിട്ട് തോന്നും, ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. പക്ഷെ ആ കാണുന്ന അത്രയും എക്സ്പെൻസീവ് അല്ല അല്ലേ? അത്ര എക്സ്പെൻസീവ് അല്ല. അപ്പം നമുക്കെല്ലാം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണിത്. ഇതെനിക്ക് വളരെ ഡിഫറെൻ്റായിട്ട് തോന്നിയ ഒരു പാറ്റേൺ ആണ്. ഇതിന് ഒരു ലോക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് അളവുള്ള
കൈകൾക്കും പാകമാകും. നമുക്ക് ചോദിക്കാം ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന്. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടത്. ഈ ഡയമണ്ട് വളയുടെ തൂക്കം എന്ന് പറയുന്നത് 10 ഗ്രാമോളമാണ്. ഇത് മോൾഡിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളൊരു ഹോളോ ടൈപ്പാണ്, ഒരു ട്യൂബ് മോഡലാണ് ഈ വള ചെയ്തിരിക്കുന്നത്. കാഴ്ചയിൽ നമുക്ക് അതിലും കൂടുതൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നതാണ്. ഇത് ഫുള്ളി മോൾഡിങ് ആയതുകൊണ്ട് തന്നെ ഇതിന് സാധാരണ വളയേക്കാളും ബലം കൂടുതൽ കിട്ടും. തന്നെയല്ല, ഇത് 18 ക്യാരറ്റിലാണ് ഈ വള സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 70 സെൻറ്റോളം, ഒരു 3/4 ക്യാരറ്റോളം വെയിറ്റ് വരുന്നതാണ് ഇതിൻ്റെ ഡയമണ്ട്. അതുപോലെ തന്നെ 100% ബൈബാക്കോട് കൂടിയ ഈ ഓർണമെൻറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു കാരണവശാൽ തിരിച്ചു കൊടുത്താലും ഡയമണ്ടിന് വരുന്നതായ വിലയുടെ 100% വിലയും നമുക്ക് റീസെയിൽ വാല്യൂ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര അട്രാക്റ്റീവ് ഒരു ഡിസൈനായിട്ടാണ് തോന്നിയത്. ഇപ്പോൾ നമ്മൾ ഇത് കാണുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും നിങ്ങളുടെ ഭാര്യേനെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെ ഇംപ്രസ് ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണിത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ടും അവരുടെ മൂഡൊക്കെ അങ്ങ് മാറും, അവർ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ എനിക്ക് തോന്നുന്നു വാലൻറ്റൈൻസ് ഡേക്കൊക്കെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കൊടുത്താണ്ടല്ലോ കംപ്ലീറ്റ് ഔട്ടാണ്. പിന്നത്തെ കാര്യം നോക്കണ്ട, എന്തായാലും ഒരു യെസ് തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്കിത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നാൻ സ്പെഷ്യൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഒരു ഫെമിനിനാണ് ഇതിൻ്റെ ഒരു പാറ്റേണും അതിൻ്റെ ഫ്ലോയും അതിൻ്റെ കേർവ്സൊക്കെ. അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായി കാണും. അപ്പം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയ നമ്മുടെ ഈ ഡയമണ്ട് ബാംഗിൾസ് നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം ഞാൻ സ്പെഷ്യലായിട്ട് ചൂസ് ചെയ്ത കുറച്ച് പാറ്റേൺസാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചുങ്കത്ത് അങ്കമാലി ഷോറൂമിൽ വന്ന് അത് കൂടുതൽ അത്തരത്തിലുള്ള പാറ്റേൺസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചുങ്കത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ഹാവ് എ ഗ്രേറ്റ് ഡേ.